സംസ്ഥാനത്ത് ജയിലുകളിൽ വേണ്ടത്ര സുരക്ഷാ ജീവനക്കാരില്ല. ജയിൽ ചട്ടം അനുസരിച്ച് സംസ്ഥാനത്ത് 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് വേണം. എന്നാൽ ആകെയുള്ളത് 1284 പേര് മാത്രമാണ്. 1729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസേഴ്സ് വേണ്ടിടത്ത് ആകെയുള്ളത് ഇപ്പോൾ 447 പേർ. SKN ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജയിലിലെ സുരക്ഷാ പരിശോധന അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണമൊന്ന് പരിശോധിക്കുകയാണ്. ഒരാഴ്ച മുമ്പാണ് ഈ ജയിലിൽ അധികമായി തടവുകാരുടെ എണ്ണം വലിയ രീതിയിലുള്ള വർധനവ് അനുവദിച്ചതിനേക്കാൾ ഉണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഈ സുരക്ഷാ ജീവനക്കാരുടെ മാത്രം എണ്ണത്തിലൊരു പരിശോധന കൂടി നടത്തുകയാണ്. സംസ്ഥാനത്ത് പുരുഷ തടവുകാരുടെ എണ്ണം 10375 എന്നുള്ളതാണ്. അതായത് വിവിധ ജയിലുകളിലായി. പക്ഷേ സ്ത്രീ തടവുകാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. അവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട്. പക്ഷേ പുരുഷ തടവുകാർക്ക് അവർക്ക് ഈ ജയിൽ ചട്ടം അനുസരിച്ചുള്ള ഈ സുരക്ഷാ ജീവനക്കാർ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 10375 പുരുഷ തടവുകാർക്ക്, അതായത് 6 തടവുകാർക്ക് ഒരു ദിവസം ഒരു ഓഫീസർ എന്നുള്ളതാണ്. അങ്ങനെ 3 ഷിഫ്റ്റുകളിലായി 3 ഓഫീസർമാർ വേണം. അങ്ങനെയാണെങ്കിൽ കണക്കനുസരിച്ച് 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ വേണം എന്നുള്ളതാണ് ജയിൽ ചട്ടം അനുസരിച്ചുള്ള അല്ലെങ്കിൽ കേന്ദ്ര നിയമം അനുസരിച്ചുള്ള കണക്ക്. പക്ഷേ സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ 1284 പേർ മാത്രം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കണക്ക്. അതായത് ഈ 1284 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരാണ്. 3 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർക്ക് 3:1 എന്ന അനുപാതത്തിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും ജയിലുകളിൽ വേണം. അങ്ങനെയാണെങ്കിൽ 1729 അസിസ്റ്റന്റ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ വേണ്ടത്. പക്ഷേ 447 പേർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ നമുക്ക് ലഭിക്കുന്നതിന് അനുസരിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരക്ഷയ്ക്കായി നിയമിച്ചിരിക്കുന്ന ഈ തുച്ഛമായ സുരക്ഷാ ജീവനക്കാരാണ് ജയിലുകളിലെ മറ്റു ജോലികളും ചെയ്യേണ്ടത്. ജയിലുകളിൽ വിവിധ സംരംഭങ്ങളുണ്ട്, വ്യവസായ സംരംഭങ്ങളുണ്ട്. ഇവിടെ ഉൾപ്പെടെ പണിയെടുക്കേണ്ടുന്നത് ഈ ജീവനക്കാരാണ്. അതായത് 2 മണിക്കൂർ ജോലി ചെയ്താൽ 4 മണിക്കൂർ വിശ്രമം നൽകണം എന്നുള്ളതാണ് ജയിൽ ചട്ടം അനുസരിച്ച് ഈ ജീവനക്കാർ പറയുന്നത്. പക്ഷേ 24 മണിക്കൂറും ജോലി എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ജയിലുകളിൽ എന്നുള്ളതാണ് ജീവനക്കാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മാനസികമായി വലിയ സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയാണ്, വലിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഇവർ പറയുന്നുണ്ട്. അടിയന്തരമായി തന്നെ ഇവർക്ക് ഈ ജയിലുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കണക്കാണ്, മറ്റു ഉദ്യോഗസ്ഥരുടെ എണ്ണം വേറെയാണ്. ഈ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അമിത ജോലിഭാരം നൽകി മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് പരസ്യമായി, പക്ഷേ പറയാൻ തങ്ങൾക്കാവില്ല. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നുള്ള ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.